വെടിനിർത്തൽ നിലവിൽ വന്നെങ്കിലും കശ്മീരിൽ ഇപ്പോഴും ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല. രജൌരി അടക്കമുള്ള പ്രദേശങ്ങളിലെ ജനജീവിതം ഇപ്പോഴും സാധാരണ നിലയിലായിട്ടുമില്ല. കടകൾ അടഞ്ഞുകിടക്കുകയാണ്. കൂടുതൽ ആളുകളും വീടുകളിൽ തന്നെ കഴിയുന്നതിനാൽ നിരത്തുകളിലും വാഹനങ്ങൾ കുറവാണ്. നോബിൾ മാരിക്കാരൻ രജൌരിയിൽ നിന്ന് നമുക്ക് പോണ്ട്. നോബിൾ മാരിക്കാരൻ, ശാന്തമായ ഒരു വൈകുന്നേരത്തിലേക്ക് എത്തുന്നു എന്നൊരു പ്രതീക്ഷ ഞാൻ സുനിലിനോടും രഞ്ജിത്തിനോടും പങ്കുവയ്ക്കുകയായിരുന്നു. രജൌരിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ആശങ്കയുടെ മണിക്കൂറുകളിലൂടെ കടന്നുപോയ, ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നുപോയ ഒരാളോടാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് എനിക്കറിയാം. നോബിൾ മാരിക്കാരൻ, ഇന്ന് ഒരു ഗുഡ് ഈവനിംഗ് പറയാറായോ രജൌരിയിൽ? സുജയ, ഇന്ന് രജൌരിയിൽ ഒരു ഗുഡ് ഈവനിംഗ് പറയാം. പക്ഷേ എങ്കിൽ പോലും പൂർണ്ണമായും ആശങ്കകൾ വിട്ടുമാറിയിട്ടില്ല എന്ന യാഥാർത്ഥ്യമാണ്. അതിനുള്ള തെളിവ് എനിക്ക് പിന്നിൽ കാണുന്ന അടഞ്ഞുകിടക്കുന്ന ഈ കടകളാണ്. കാരണം വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നുവെങ്കിലും രജൌരിയെ സംബന്ധിച്ചിടത്തോളം ആ നഗരം ഇപ്പോഴും ശക്തമായി തന്നെ ഉണർന്നിട്ടില്ല. ഇന്ന് രാവിലെ മുതൽ തന്നെ എല്ലാ കടകമ്പോളങ്ങളും ഇങ്ങനെ അടഞ്ഞുകിടക്കുകയാണ്. വിരലുണ്ടാവുന്ന ചില മൊബൈൽ ഷോപ്പുകൾ, ചില മെഡിക്കൽ ഷോപ്പുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് കടകളൊന്നും തുറന്നിട്ടില്ലെന്ന് മാത്രമല്ല, ATM കൌണ്ടറുകളിൽ പോലും പണമില്ലാത്ത സാഹചര്യം ഇപ്പോഴും ഇവിടെയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതൊക്കെ പ്രധാനമായും എപ്പോഴും വലിയ തിരക്കുണ്ടാകുന്ന രജൌരിയിലെ പ്രധാന നഗരത്തിലെ പാതകളാണ്. ഈ പാതകളിലൊന്നും ആളുകളില്ല, അത്തരത്തിൽ ആളുകളുടെ സാന്നിധ്യമില്ല. കടകമ്പോളങ്ങൾക്ക്, ചില ചായക്കടകളാകട്ടെ, അല്ലെങ്കിൽ മറ്റ് പലചരക്കടകളാകട്ടെ, ബേക്കറികളാകട്ടെ, അല്ലെങ്കിൽ മറ്റ് അസംസ്കൃത വസ്തുക്കൾ വിൽക്കുന്ന കടകളാകട്ടെ, ഇതൊക്കെ അടഞ്ഞിടക്കുന്നത്. വളരെ അപൂർവം കടകൾ മാത്രമാണ്. ചില ഹോട്ടലുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി അപൂർവം കടകൾ മാത്രമാണ് ഇന്നിപ്പോൾ അത്തരത്തിൽ തുറന്നിരിക്കുന്നത് എന്ന് വേണം പറയാൻ. അതായത് ഇത് രജൌരിയിലെ മാത്രം കാഴ്ചയല്ല, പൂഞ്ചിലും ജമ്മുവിലും ഏറെക്കുറെ ഇതേ സാഹചര്യം തന്നെയാണ് ഉള്ളത് എന്നാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിയുന്നത്. അതായത് വെടിനിർത്തൽ നിലവിൽ വന്നു എങ്കിൽ പോലും ഇന്നലെ രാത്രിയും പാകിസ്ഥാൻ പ്രകോപനം ഉണ്ടാക്കി. പലയിടത്തും വലിയ രീതിയിൽ തന്നെ വെടിവെപ്പ്, പ്രത്യേകിച്ച് രജൌരി നമ്മൾ താമസിച്ച പ്രദേശത്തൊക്കെ ശക്തമായ ഫയറിംഗ് ഇന്നലെയും ഉണ്ടായിരുന്നു. പലയിടത്തും ഡ്രോണുകളുടെ സാന്നിധ്യം, നമ്മൾ നിന്നിടത്ത് വരും ഡ്രോണുകൾ എത്തി. അത്തരത്തിൽ സാഹചര്യമൊക്കെ അവിടെയുമൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും അത്തരത്തിലുള്ള സാഹചര്യമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് പൂർണ്ണമായും ആശങ്ക വിട്ടുമാറിയിട്ടില്ല. അബീബി സബ് ക്ലോസ് Yes, sir. Band. Oh. Due to situation of JNK. Yes, sir. എന്തായാലും ആളുകൾ ഇപ്പോഴും സിറ്റുവേഷൻ അത്തരത്തിൽ പൂർണ്ണമായും ഇതിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. നിലവിലത്തെ സാഹചര്യം നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ് എത്രത്തോളം കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഈ സമയമായപ്പോഴാണല്ലോ, ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ 13 നോബിൾ, ഇന്നലെ 5 മണിയോടുകൂടിയാണ് വെടിനിർത്തലിലേക്ക് എത്തുന്നു എന്നുള്ള ഒരു സൂചന തന്നെ നമുക്ക് 5 മണിയോടുകൂടിയല്ല 5:30, 5:45 ആയി പ്രഖ്യാപനം വരുമ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വളരെ ടെൻഷനിലായിരുന്നു ഇന്നലത്തെ ദിവസം. അത് വെച്ച് നോക്കുമ്പോൾ സമാധാനത്തിലേക്ക് എത്തുന്നു. നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. ഞാൻ വീണ്ടും എത്താം നോബിളിലേക്ക്.